Hi students, welcome to our channel Chem Queen and my name is Anjali. Okay, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 12th ഫിസിക്കൽ കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററായ സൊല്യൂഷൻസ് ചാപ്റ്ററിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് അതിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് ഏത് ഏരിയയിൽ നിന്നൊക്കെയാണ്. അപ്പം മെയിനായിട്ട് ബോർഡ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഏതൊക്കെ പോർഷൻസ് ആണ് നമുക്കൊന്ന് ക്വിക്കായിട്ട് നോക്കിയിരിക്കേണ്ടത്, ഒരു റിവിഷൻ എന്ന രീതിയിൽ. അങ്ങനെയാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അതിൽ സൊല്യൂഷൻസ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസിനെ കുറിച്ച് പറയാം. ബേസിക്കലി സൊല്യൂഷൻസിന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, പിന്നെ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഓക്കെ, ഇത് മൂന്നാം പേരിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥങ്ങൾ കിട്ടും. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സോൾവെൻറ്റിന് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന അതേ കറക്റ്റ് എമൗണ്ടിലാണ് സൊല്യൂട്ട് പ്രസൻ്റ് എങ്കിൽ അതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അത്രയും കറക്റ്റ് എമൗണ്ട് പ്രസൻറ്റ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. ഒരു സോൾവെൻറ്റ് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് സൊല്യൂട്ടിനെ അത് ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മളിങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തത് എന്തിൻ്റെ ബേസിസിലാണ്? ബേസ്ഡ് ഓൺ ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. തന്നിരിക്കുന്ന എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ എന്തോരം സൊല്യൂട്ട് ഉണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ പിന്നെയുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ നേച്ചർ. ആ സൊല്യൂഷൻ്റെ ഫിസിക്കൽ നേച്ചർ അനുസരിച്ചാണ്. അതായത് സൊല്യൂഷൻസ് പല ഫിസിക്കൽ സ്റ്റേറ്റിലുണ്ടാവാം. അപ്പോൾ ആ സൊല്യൂഷൻ അൾട്ടിമേറ്റ്ലി സോളിഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ആ സൊല്യൂഷനെ സോളിഡ് സൊല്യൂഷൻ എന്ന് പറയാം. ലിക്വിഡ് സ്റ്റേറ്റിലാണ് അത് ഇരിക്കുന്നതെങ്കിൽ അതിനെ ലിക്വിഡ് സൊല്യൂഷൻ എന്നും, ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കുന്നതെങ്കിൽ നമ്മൾ ഗേഷ്യസ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെ മെയിനായിട്ട് മൂന്നായിട്ട് അവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഗേഷ്യസ് സൊല്യൂഷൻ, സോളിഡ് സൊല്യൂഷൻ ആൻഡ് ലിക്വിഡ് സൊല്യൂഷൻ. ഇനി അതിന് തന്നെ സബ് കാറ്റഗറീസ് ഉണ്ട്, അതാണ് ഈ എഴുതിയിരിക്കുന്നത് വിത്ത് എക്സാമ്പിൾ. ഇത് കണ്ടു, ഗേഷ്യസ് സൊല്യൂഷൻ ആവണമെങ്കിൽ ആ സോൾവെന്റ് എപ്പോഴും ഗ്യാസ് ആയിരിക്കും. ഒരു സൊല്യൂഷൻ ഗേഷ്യസ് ആവണമെങ്കിൽ അതിലെ സോൾവെന്റ് എപ്പോഴും ഗ്യാസ് തന്നെ ആയിരിക്കണം. സോ മൂന്ന് കേസിലും സോൾവെന്റ് ഗ്യാസ് തന്നെ. പക്ഷെ സൊല്യൂട്ട് മാറി മാറി വരാം. സൊല്യൂട്ട് ഗ്യാസ് ആവാം, ലിക്വിഡ് ആവാം, സോളിഡ് ആവാം. അങ്ങനെ മൂന്ന് കേസ് വരാം. ഇതുപോലെ തന്നെ സോളിഡിന്റെ കേസിലും സോളിഡ് സൊല്യൂഷൻ ആണെങ്കിൽ സോൾവെന്റ് എപ്പോഴും സോളിഡ് ആയിരിക്കും, സൊല്യൂട്ടാണ് മാറി മാറി വരിക. ഇനി ലിക്വിഡ് സൊല്യൂഷന്റെ കേസിൽ അങ്ങനെ തന്നെ, ലിക്വിഡ് സൊല്യൂഷനിൽ സോൾവെന്റ് എപ്പോഴും ലിക്വിഡ് ആയിരിക്കും, സൊല്യൂട്ടാണ് എപ്പോഴും മാറി മാറി വരിക. ഇതിൽ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. അതുകൊണ്ട് അതിൻ്റെ എക്സാമ്പിൾസ് മാത്രമേ നമ്മൾ ഫെമിലിയർ ആയിട്ട് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കാണാതെ പഠിക്കണം. കാരണം ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു സോളിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ എഴുതുക, അല്ലെങ്കിൽ ഒരു ഗേഷ്യസ് സൊല്യൂഷൻ എക്സാമ്പിൾ എഴുതുക, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇപ്പോൾ കോപ്പർ ഡിസോൾവ്ഡ് ഇൻ ഗോൾഡ്, അത് എന്ത് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്, അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ വെച്ച് തന്നെ ചോദിച്ച് കാണാറുള്ളൂ. അതുകൊണ്ട് ഈ എക്സാമ്പിൾസ് പഠിച്ചിരിക്കാം. ഇത് കണ്ടോ, ഇതെന്താ ഉദ്ദേശിക്കുന്നത്? സോൾവെന്റ് ഗ്യാസും സൊല്യൂട്ടും ഗ്യാസും, വിച്ച് മീൻസ് അതിലുള്ള രണ്ട് കമ്പോണൻസും ഗ്യാസ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് എയർ അല്ലേ. എയറിൽ ഒരുപാട് ഗ്യാസസിന്റെ മിക്സ്ചറൽ എയർ. സോ എയർ അതിന് എക്സാമ്പിൾ ആണ്. ഇനിയോ ലിക്വിഡ് ഇൻ ഗ്യാസ് എന്ന് വെച്ചാൽ ഗ്യാസ് ആയിരിക്കണം കൂടുതൽ, സോൾവെന്റ് ആയിരിക്കണം എപ്പോഴും കൂടുതൽ. അങ്ങനെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. സൊല്യൂഷനിൽ ആരാണ് സോൾവെന്റ് ആരാണ് സൊല്യൂട്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സൊല്യൂഷനിൽ കൂടിയ എമൗണ്ടിൽ പ്രസന്റ് ആയിട്ടുള്ള ആൾ സോൾവെന്റ് എന്നും കുറഞ്ഞ എമൗണ്ടിൽ പ്രസന്റ് ആയിട്ടുള്ള ആൾ സൊല്യൂട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഗ്യാസ് സോൾവെന്റ് ആണെന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ എമൗണ്ട് അതിൽ കൂടുതലായിരിക്കണം, ലിക്വിഡിന്റെ എമൗണ്ട് കുറവായിരിക്കണം. അതിന് എക്സാമ്പിൾ ആണ് ക്ലോറോഫോം വിത്ത് നൈട്രജൻ. അവിടെ ക്ലോറോഫോം ഗ്യാസ് ലിക്വിഡ് ആണ്, നൈട്രജൻ ഗ്യാസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഗ്യാസിൽ സോളിഡ് ഡിസോൾവ് ചെയ്തിരിക്കുന്നു. ഇത് തമ്മിൽ മാറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഗ്യാസിൽ സോളിഡ് ഡിസോൾവ് ചെയ്യുന്നതും സോളിഡിൽ ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്നത് രണ്ടാണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. ഇതുപോലെ വേറെ കേസുകൾ വരും. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവാതെ വേണം നമ്മൾ പഠിക്കാൻ. ഗ്യാസിൽ സോളിഡ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് കൂടുതലും സോളിഡ് കുറവാണെന്നാണ്. അത് ക്യാംഫർ നൈട്രജൻ ആണ് എക്സാമ്പിൾ. തിരിച്ച് സോളിഡിൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ സോളിഡ് കൂടുതലും ഗ്യാസ് കുറച്ചേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിന് എക്സാമ്പിൾ ആണ് പലേഡിയത്തിൽ ഹൈഡ്രജൻ ചേരുന്നത്. നമ്മൾ ഈ ഹൈഡ്രജനേഷൻ്റെ ഒക്കെ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് പഠിക്കുന്നത് അത്. പലേഡിയം എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. ആ മെറ്റലിന്റെ പോൾസിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സ്പേസസിൽ ഹൈഡ്രജൻ ഗ്യാസ് കയറിയിരിക്കുന്നതാണത്. അപ്പം അങ്ങനെ ഫോം ചെയ്യുന്നത് ഒരു സൊല്യൂഷനാണ്. ഇറ്റ് ഇസ് എ സൊല്യൂഷൻ ഓഫ് ഗ്യാസ് ഇൻ സോളിഡ്. സോളിഡിൽ ഗ്യാസ് ഡിസോൾവ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അതുപോലെ സോളിഡിൽ ലിക്വിഡ് ഡിസോൾവ് ചെയ്ത എക്സാമ്പിൾ ആണ് അമാൽഗം. ലിക്വിഡ് ആൻഡ് സോളിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ ഒക്കെ വരിക. സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ ശരിയാണ്, ലിക്വിഡും സോളിഡും ആണ്. ഇപ്പോൾ സോൾട്ടാണ് വെള്ളത്തിൽ കളിക്കുന്നതെങ്കിൽ വെള്ളം ലിക്വിഡ്, സോൾട്ട് സോളിഡ് ശരിയാണ്. പക്ഷെ അത് ലിക്വിഡ് ഇൻ സോളിഡ് അല്ലാതെ, അത് സോളിഡ് ഇൻ ലിക്വിഡാണ്. ലിക്വിഡിൽ സോളിഡ് ഡിസോൾവ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മളോട് പറയുന്നത് സോളിഡ് ഇൻ ലിക്വിഡ് ആണ് ചോദിക്കുന്നത്, ലിക്വിഡ് ഇൻ സോളിഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ അതനുസരിച്ചുള്ള എക്സാമ്പിൾ വേണം എഴുതാൻ. അതിന് എക്സാമ്പിൾ അമാൽഗമാണ്. അമാൽഗം എന്ന് പറഞ്ഞാൽ മെറ്റൽ വിച്ച് ഫോംസ് കോമ്പൗണ്ട്സ് വിത്ത് മെർക്കുറി. മെറ്റൽ മെർക്കുറിയുമായിട്ടൊരു കോമ്പൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു
അസോസിയേഷൻ, അതിനെയാണ് നമ്മൾ അമാൽഗം എന്ന് പറയുന്നത്. സോഡിയം അമാൽഗം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ, സോഡിയം വിത്ത് മെർക്കുറി. അപ്പം അങ്ങനെ മെറ്റലും മെർക്കുറിയും കൂടെ ഉള്ള കോമ്പിനേഷൻ, അത് ലിക്വിഡ് ഇൻ സോളിഡിന് എക്സാമ്പിൾ ആണ്. ദെൻ സോളിഡ് ഇൻ സോളിഡിന് എക്സാമ്പിൾ ആണ് നമ്മുടെ അലോയ്സ് എല്ലാം, ബ്രാസ്, ബ്രോൺസ്, മിഷ് മെറ്റല്, നിക്രോം, അങ്ങനെയുള്ള അലോയ്സ് എല്ലാം സോളിഡ് ഇൻ സോളിഡിന് എക്സാമ്പിൾ. അതൊക്കെ സോളിഡ് സൊല്യൂഷൻസിൽ വരുന്നതാണ്. ഇനി ലിക്വിഡ് സൊല്യൂഷൻസിൽ 3 നമുക്ക് ഫെമിലർ ആണ്. ലിക്വിഡിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഡിസോൾവ് ചെയ്തത്, അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സോഡ, എയറേറ്റഡ് ഡ്രിങ്ക്സ് എല്ലാം അതിന് എക്സാമ്പിളാണ്. ലിക്വിഡിൽ ലിക്വിഡ് ഡിസോൾവ് ചെയ്യുന്നത്, എത്തനോൾ ഇൻ വാട്ടർ, ഏതെങ്കിലും 2 ലിക്വിഡ്സ് മിക്സ് ചെയ്താലും അത് അതിന് എക്സാമ്പിളാണ്. ലിക്വിഡിൽ സോൾട്ട് ഡിസോൾവ് ചെയ്യുന്നതാണ് ഗ്ലൂക്കോസ് ഇൻ വാട്ടർ, സോൾട്ട് ഇൻ വാട്ടർ, ഷുഗർ ഇൻ വാട്ടർ, അതെല്ലാം ലിക്വിഡിൽ സോൾട്ട് ഡിസോൾവ് ചെയ്യുന്നത്. സോ ഈ ലിക്വിഡ് സൊല്യൂഷൻസിന്റെ കേസിൽ നിങ്ങൾക്ക് എക്സാമ്പിൾസ് കാണാതെ പഠിക്കേണ്ട ആവശ്യം വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഫെമിലർ ആയിട്ടുള്ള എക്സാമ്പിൾസ് തന്നെയാണ്. ബാക്കിയുള്ള കേസിൽ എല്ലാത്തിനും ഓരോ എക്സാമ്പിൾ പ്ലസ് എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കി വെച്ചോളാം. അതാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സെക്ഷനിൽ നിന്ന് ആവശ്യമുള്ളത്. അടുത്തത് നമുക്കിത് നോക്കാനുള്ളത് കോൺസെൻട്രേഷൻ ടേംസ് ആണ്. ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല, 11th സം ബേസിക് കൺസെപ്റ്റ്സ് ആൻഡ് കെമിസ്ട്രി എന്നൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നില്ലേ? എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു അല്ലേ? അത് നമ്മൾ 10th കഴിഞ്ഞ് 11th കയറുമ്പോൾ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ? ആ ചാപ്റ്ററിൽ പഠിക്കുന്ന കുറേ കാര്യങ്ങളാണിത്. ഇത് വീണ്ടും 12th ആദ്യത്തെ ചാപ്റ്ററിൽ വീണ്ടും വരുന്നുണ്ട്. കാരണം സൊല്യൂഷൻസിനെ കുറിച്ച് എന്ത് പറയണമെങ്കിലും നമുക്ക് അവരുടെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ നമ്മൾ, എൻ്റെ കയ്യിൽ 2 ഗ്ലാസ് വെള്ളമുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ 1 സ്പൂൺ പഞ്ചസാര കലക്കി, മറ്റൊരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ 1/2 ഗ്ലാസോളം പഞ്ചസാര കലക്കി. ഇത് രണ്ടും കണ്ടാൽ, അല്ലെങ്കിൽ ഇത് രണ്ടും കൊടുത്തിട്ട് ഇതിൽ മോർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഏതാണെന്ന് വെച്ചാൽ ആർക്കും ഈസി ആയിട്ട് പറയാവുന്നതേ ഉള്ളൂ. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ 1/2 ഗ്ലാസ് പഞ്ചസാര കലക്കിയതാണ് മോർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. പക്ഷേ അത് നമ്മൾ രണ്ടുപേരും നമ്മൾ കമ്പയർ ചെയ്ത് പറഞ്ഞതാണ്. അതല്ലാതെ നമുക്കൊരു പെർട്ടിക്കുലർ സൊല്യൂഷൻ തന്നിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് പറയാൻ പറഞ്ഞാൽ നമുക്ക് വേറെ വഴിയൊന്നുമില്ല അത് പറയാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാം ഇത്ര ലിറ്ററിൽ ഇത്ര ഗ്രാം കലക്കി, അതാണ് ഒരു കോൺസെൻട്രേഷൻ ടേം. അത് ഇത്ര ലിറ്ററിൽ ഇത്ര ഗ്രാം നമ്മൾ കലക്കി എന്ന് പറയുന്നത് ഒരു കോൺസെൻട്രേഷൻ ടേമാണ്. അപ്പോൾ അത്രയും വോളിയത്തിൽ അത്രയും മാസ് കലക്കി, മാസ് ബൈ വോളിയം, അത് പെർസെൻറ്റേജിൽ പറഞ്ഞാൽ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, അതൊരു കോൺസെൻട്രേഷൻ ടേമാണ്. അത്രയേ ഉള്ളൂ കാര്യം. അതുപോലെ കുറച്ച് കോൺസെൻട്രേഷൻ ടേംസ് നമുക്ക് ആവശ്യമുണ്ട് സൊല്യൂഷൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുമ്പോൾ. അങ്ങനത്തെ കോൺസെൻട്രേഷൻ ടേംസ് 7 എണ്ണമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എല്ലാം സിമ്പിളാണ്. ആദ്യത്തത് പാർട്സ് പെർ മില്യൺ ആണ്. പാർട്സ് പെർ മില്യൻ്റെ ഷോർട്ട് ഫോം ഇസ് ppm. ഓക്കെ, പാർട്സ് പെർ മില്യൺ ppm. ppm എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഇക്വേഷൻ നോക്കിയേ. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶. 10⁻⁶ എന്ന് പറഞ്ഞാൽ 1 മില്യൺ. 1 മില്യണിൽ എന്തുമാത്രം സൊല്യൂട്ടിൻ്റെ പാർട്സ് ഉണ്ട്. അതിൽ സൊല്യൂട്ട് 1 മില്യൺ സൊല്യൂഷൻ നമ്മളെടുത്താൽ അതിന് സൊല്യൂട്ട് എത്ര പാർട്സ് ഉണ്ട്, അതിനാണ് നമുക്ക് പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. അപ്പോൾ ഗിവൺ മാസ് ഓഫ് സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ മാസ് എന്തോരം ഉണ്ട് അത് 1 മില്യണിൽ എടുക്കുക, 10⁻⁶ എടുക്കുക. അപ്പോഴാണ് നമ്മളതിനെ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് ppm തന്നെയാണ്. നെക്സ്റ്റ് അടുത്തത് മാസ് പെർസെൻറ്റേജ്. ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് മാസ് പെർസെൻറ്റേജ്. ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ppmന് മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶. മാസ് പെർസെൻറ്റേജിനോ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. സിമ്പിളാണ്. ഇത് 1 മില്യണിലായതുകൊണ്ടാണ് 10⁻⁶ എടുത്തത്. അത് പെർസെൻറ്റേജിൽ പറയുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പെർസെൻറ്റേജ് എക്സ്പ്രസ് ചെയ്യുന്ന 100-ലല്ലേ. അപ്പോൾ പെർസെൻറ്റേജിൽ പറയുമ്പോൾ നമ്മളത് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, കഴിഞ്ഞു പരിപാടി. അപ്പോൾ അത് രണ്ടും ഈസി ആയിട്ട് പഠിച്ചില്ലേ? അത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വോളിയം പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം. വോളിയം പെർസെൻറ്റേജ് എടുക്കുമ്പോൾ എന്തെടുത്താൽ മതി? മാസിന് പകരം എന്താക്കിയാൽ മതി? വോളിയം ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് സൊല്യൂട്ട് ഇൻ മില്ലിലിറ്റർ ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലിലിറ്റർ ഇൻറ്റു 100. പെർസെൻറ്റേജ് ആയതുകൊണ്ട് 100-ലാണ്. ഇതിൻ്റെ എല്ലാം യൂണിറ്റ് പെർസെൻറ്റേജ് ആണ്. ppmൻ്റെ യൂണിറ്റ് ppm തന്നെയാണ്. അടുത്തത് മോൾ ഫ്രാക്ഷൻ. ഇത് നിങ്ങൾ സം ബേസിക് കൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. മോൾ ഫ്രാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ കൈയാണ്. കൈ എന്ന് പറയുന്ന ഒരു ലെറ്ററാണിത്. പക്ഷെ നമ്മൾ കൺവീനിയൻസിന് വേണ്ടിയിട്ട് എക്സൊക്കെ വെച്ച് അവരെ എഴുതാറുണ്ട്. ഓക്കെ, എന്തായാലും ഇത് കൈ എന്ന് പറയുന്ന ലെറ്ററാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ ടേംസിനെ ഉപരി മോൾ ഫ്രാക്ഷനൊരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾ ഫ്രാക്ഷൻ നമുക്ക് സൊല്യൂട്ടിനും പറയാം സോൾവെൻറ്റിനും പറയാം. 2 പേർക്കും ഒരു സൊല്യൂഷനിലുള്ള 2 പേർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് മോൾ ഫ്രാക്ഷൻ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഫോർ സൊല്യൂട്ടും പറയാം, മോൾ ഫ്രാക്ഷൻ ഫോർ സോൾവെൻറ്റും പറയാം. എപ്പോഴും നമ്മൾ B സൊല്യൂട്ടിനും A സോൾവെൻറ്റിനാണ് എടുക്കുക. എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഇനി എല്ലാം 1, 2 ആണ് എടുക്കുന്നതെങ്കിൽ 2 സൊല്യൂട്ടിനും 1 സോൾവെൻറ്റിനാണ് നമ്മൾ എപ്പോഴും എടുക്കുക. ഓക്കെ, അപ്പോൾ സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ കാണാം. മോൾ ഫ്രാക്ഷൻ ആ പേര് തന്നെ ഉണ്ടല്ലോ, മോളിൻ്റെ ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ എന്താണ്? ആ ടോട്ടലിൽ നമ്മുടെ കയ്യിൽ എത്രയുണ്ട് അതിനല്ലേ നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ആപ്പിൾ 8 കഷ്ണമായിട്ട് മുറിച്ചിട്ട് അതിൽ 2 കഷ്ണം എനിക്ക് കിട്ടിയ ആപ്പിളിൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്?
2/8 എന്നല്ലേ പറയാം. അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസിൽ നമ്മൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്ന ആളുടെ മോൾസ് എത്ര നമ്പർ ഉണ്ട് അതിനെയാണ് നമ്മൾ അയാളുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് ആണെങ്കിൽ സോൾവെന്റിന്റെ നമ്പർ ഓഫ് മോൾസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എപ്പോഴും 1 ആയിരിക്കും. അതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഫ്രാക്ഷൻസ്, രണ്ട് കോംപ്ലിമെന്ററി ഫ്രാക്ഷൻസ് ആഡ് ചെയ്താൽ എപ്പോഴും ആൻസർ 1 ആയിരിക്കും. സോ കയ്യേയും കൈബിയും കൂടെ ആഡ് ചെയ്താൽ ആൻസർ 1 ആയിരിക്കും. ഇനി കയ്യേ ബൈ കൈബി, ജസ്റ്റ് നിങ്ങൾ കയ്യേ ബൈ കൈബി ചെയ്ത് നോക്കി. കയ്യേ ബൈ കൈബി ചെയ്തിട്ടുണ്ടെങ്കിൽ NA/NA+NB, ദെൻ ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ റെസിപ്രോക്കലുള്ള മൾട്ടിപ്ലൈ ആണ് ഇൻറ്റു NB/NB. അപ്പോൾ NB+NA രണ്ടിടത്തും കോമൺ ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് വരും? NB/NA. ദാറ്റ് ഇസ് കൈബി/കയ്യേ ഇസ് ഈക്വൽ ടു NB/NA. ഡെറിവേഷൻ ഞാൻ എഴുതി കാണിക്കാത്തപ്പോൾ നമുക്ക് ആ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇത് ഓർത്താൽ മതി. അതായത് മോൾ ഫ്രാക്ഷൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ കണ്ടുപിടിച്ചാൽ മതി? നമ്പർ ഓഫ് മോൾസിൻ്റെ റേഷ്യോ എന്ന് കണ്ടുപിടിച്ചാൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ അതാണ് മോൾ ഫ്രാക്ഷൻ. ഈ പറഞ്ഞതിനെല്ലാം നമ്മൾ യൂണിറ്റ് പറഞ്ഞു. മോൾ ഫ്രാക്ഷൻ എന്തില്ല? യൂണിറ്റ് ഇല്ല. യൂണിറ്റ്ലെസ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ് മോൾ ഫ്രാക്ഷൻ. ബിക്കോസ് അതൊരു ഫ്രാക്ഷൻ അല്ലേ, മുകളിലും താഴെയുള്ളത് സെയിം അല്ലേ, അതുകൊണ്ട് അതിന് യൂണിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഡയമെൻഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ യൂണിറ്റ് ഇല്ലാത്ത ഒരു കോൺസർവേഷൻ ടേം ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. സോ അതൊന്ന് ഓർത്ത് വെച്ചോളൂ, അതിന് യൂണിറ്റ് ഇല്ല. നെക്സ്റ്റ് മൊളാലിറ്റി, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. മൊളാലിറ്റി ഇസ് റെപ്രസെന്റഡ് ബൈ സ്മോൾ ലെറ്റർ M. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kilogram ഓഫ് സോൾവെന്റ്. 1 kilogram സോൾവെന്റിൽ എന്തുമാത്രം സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ആണ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൊളാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്പർ ഓഫ് മോൾസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ആരുടെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? സൊല്യൂട്ടിൻ്റെയാണ്. അപ്പോൾ സൊല്യൂട്ടിന്റെ ഗിവൺ മാസ് ബൈ സൊല്യൂട്ടിന്റെ മോളാർ മാസ്, ദാറ്റ് ഇസ് WB/MB. അതാണ് നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ കണ്ടോ, WB/MB നമ്പർ ഓഫ് മോൾസ് ആയി. എന്താ പറഞ്ഞത് നമ്മൾ? 1 കിലോ യൂണിറ്റ് മാസ് സോൾവെന്റിൽ എന്തോരം ഉണ്ടാകും. സോ അതിനെ യൂണിറ്റ് മാസിലേക്ക് ആക്കണമെങ്കിൽ സോൾവെന്റിന്റെ വെയിറ്റ് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. സോ വെയിറ്റ് ഓഫ് സോൾവെന്റ്, A കറസ്പോണ്ട്സ് ടു സോൾവെന്റ്, B കറസ്പോണ്ട്സ് ടു സൊല്യൂട്ട്. ഇത് മാറിപ്പോകരുതൊക്കെ. ഈ WB WA ഒക്കെ മാറിപ്പോയാൽ നമ്മുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോകും. സോ അത് സൂക്ഷിച്ചോളാം. B ഫോർ സൊല്യൂട്ടും A ഫോർ സോൾവെന്റും. സോ WA വെയിറ്റ് ഓഫ് സോൾവെന്റ്. സപ്പോസ് നിങ്ങൾ വെയിറ്റ് ഓഫ് സോൾവെന്റ് കിലോഗ്രാമിലാണ് എടുക്കുന്നതെങ്കിൽ ഈ 1000ന്റെ ആവശ്യമില്ല. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഗ്രാമിലായിരിക്കും. അപ്പോൾ ഗ്രാമിലാണ് എടുക്കുന്നതെങ്കിൽ മുകളിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, ഇതൊരു ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ടൈമാണ്. ബിക്കോസ് മാസ് മാത്രമല്ല ഇൻവോൾവ് ചെയ്തിട്ടുള്ളൂ, വോളിയം ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് ടെമ്പറേച്ചറിന് ഡിപ്പെൻഡൻസ് വരുന്നത്. ഇവിടെ മാസ് മാത്രം ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ അടുത്ത ടൈമാണ് മൊളാലിറ്റി. ഇത് സ്മോൾ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആണ്. മൊളാലിറ്റിയുടെ യൂണിറ്റ് മോളാൽ. അതുപോലെ മൊളാലിറ്റിയുടെ യൂണിറ്റ് മോളാർ. ഓക്കെ, സിമ്പിൾ സ്മോൾ ലെറ്റർ എന്നും ക്യാപിറ്റൽ എന്നും ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തെറ്റിപ്പോകാൻ ചാൻസസ് കൂടുതലാണ്. സൂക്ഷിച്ച് പഠിക്കണം കേട്ടോ. മൊളാലിറ്റി ക്യാപിറ്റൽ എം. മൊളാലിറ്റി എന്തായിരുന്നു? ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ യൂണിറ്റ് മാസ് ഓഫ് സോൾവെന്റ് അല്ലേ. അത് മാറ്റി നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ഇൻ യൂണിറ്റ് വോളിയം ഓഫ് സൊല്യൂഷൻ. സോൾവെന്റ് മാറ്റി സൊല്യൂഷൻ ആക്കുക, മാസ് മാറ്റി വോളിയം ആക്കുക. യൂണിറ്റ് വോളിയം സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് മൊളാലിറ്റി. സോ ക്യാപിറ്റൽ എം അഗെയിൻ ഇത് ഇത്രയും സെയിം തന്നെ വരും അല്ലേ. WB × 1000/MB അത് അത്രയും സെയിം തന്നെ വരും. ദെൻ WA വെയിറ്റ് ഓഫ് സോൾവെന്റ് പകരം നിങ്ങൾ എന്താക്കിയാൽ മതി? വോളിയം ഓഫ് സൊല്യൂഷൻ ആക്കിയാൽ മതി. ഇത് ലിറ്ററിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1000 വേണ്ട, മില്ലി ലിറ്ററിലാണ് എടുക്കുന്നതെങ്കിൽ 1000 എടുക്കണം. ഓക്കെ, യൂണിറ്റ് മോളാർ. ഇത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണോ ഇൻഡിപെൻഡന്റ് ആണോ നിങ്ങൾ ആലോചിക്കേ. ദിസ് കോൺസർവേഷൻ ടേം വിൽ ബി ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്. കാരണം എന്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നു? വോളിയം ഇൻവോൾവ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ഇനി ലാസ്റ്റ് വൺ നോർമാലിറ്റി. നോർമാലിറ്റിയും മൊളാലിറ്റിയും ഏകദേശം ഒരുപോലെ, പക്ഷെ പേര് കണ്ടാൽ നമ്മൾ വിചാരിക്കും നോർമാലിറ്റിയും മൊളാലിറ്റിയുമാണ് ഒരുപോലെ അല്ലേ. കാരണം അവരുടെ പേരുകൾ തമ്മിൽ സിമിലാരിറ്റി അവരുന്നില്ല, പക്ഷേ അവരുടെ പ്രോപ്പർട്ടീസ് തമ്മിൽ അല്ലെങ്കിൽ ഇക്വേഷൻസ് തമ്മിൽ സിമിലാരിറ്റി മൊളാലിറ്റിയും നോർമാലിറ്റിയും തമ്മിലാണ്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് മോൾസിന് പകരം നമ്പർ ഓഫ് ഇക്വലൻസ് ആക്കിയാണ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് എടുക്കുന്നതിന് പകരം നമ്പർ ഓഫ് ഇക്വലൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് നോർമാലിറ്റിയാണ്. നമ്പർ ഓഫ് മോൾസ് എടുത്താൽ മൊളാലിറ്റി, നമ്പർ ഓഫ് ഇക്വലൻസ് എടുത്താൽ നോർമാലിറ്റി. ഓക്കെ, ഈക്വലൻസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ.
ഇപ്പോൾ തൽക്കാലം ഇത്ര മനസ്സിലാക്കാൻ നമ്പർ ഓഫ് മോൾസ് ആണ് എടുക്കുന്നതെങ്കിൽ മൊളാരിറ്റി, നമ്പർ ഓഫ് ഇക്വലൻസ് എടുത്താൽ നോർമാലിറ്റി. ഇനി നമ്പർ ഓഫ് ഇക്വലൻസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലേ. ഈ മോളാർ മാസിന് പകരം നിങ്ങൾ ഇക്വലൻ മാസ് ഉപയോഗിച്ചാൽ അത് ഇക്വലൻസ് ആയിക്കോളും. ഇപ്പം നമ്പർ ഓഫ് മോൾസ് കാണാൻ മോളാർ മാസ്, അതിന് പകരം നിങ്ങൾക്ക് നമ്പർ ഓഫ് ഇക്വലൻസ് ആണ് കാണുന്നെങ്കിൽ നിങ്ങൾ മോളാർ മാസിന് പകരം ഇക്വലൻ മാസ് ഉപയോഗിച്ചാൽ. സോ ഇക്വേഷൻ എങ്ങനെ മാറും? WV/EB എന്നാവും. ബാക്കിയെല്ലാം പറയുമ്പോൾ തന്നെ മുകളിൽ 1000 താഴെ V, വോളിയം മില്ലി ലിറ്ററിലാണെങ്കിൽ 1000 എടുക്കുക. ഇതും ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്, ബിക്കോസ് എന്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നു? വോളിയം ഇൻവോൾവ് ചെയ്തിരിക്കുന്നു. മിക്കവാറും ബോർഡ് എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയ ടൈമായിട്ടാണ്. ചിലപ്പോൾ ഓപ്ഷൻസ് ഒന്നും വരില്ല, അല്ലാതെ ഒറ്റയടിക്ക് ചോദിക്കാം. ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കോൺസർവേഷൻ ടേംസ് ഏതാണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത് ഏതാണ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. സോ അതുകൊണ്ട് ഇതിൽ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളവരെയും ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളവരെയും ഒന്ന് നോക്കി വെച്ചാൽ. ഓക്കെ, പിന്നെ ഇത് റിലേറ്റ് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഒരുപാട് കടുകട്ടിയായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ചോദിക്കാറില്ല. നേരെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ മാത്രമുള്ളതേ ചോദിക്കാറുള്ളൂ. പ്രശ്നം വരാൻ സാധ്യത യൂണിറ്റിലാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് കിലോഗ്രാമിലും മറ്റൊന്ന് ഗ്രാമിലും ഒക്കെ തരും. അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും ഒരേ യൂണിറ്റിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കൂടുതലും കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് മൊളാലിറ്റി എന്നൊക്കെ ആയിരിക്കും. പിന്നെ റെയർ ആയിട്ട് പാർട്സ് പെർ മില്യണിൽ നിന്നും ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ്.